നമസ്കാരം. ഹായ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മീനു എം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് CBSE ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സയൻസ് സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പ്ലാന്റ്സ് മേക്ക് ഫുഡ് പഠിക്കാം. പ്ലാന്റ്സ് മേക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, അല്ലേ? സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നു. പ്ലാന്റ്സ് മേക്ക് ഫുഡ്, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ അറിയാനായിട്ട് സാധിക്കും? ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് ചാപ്റ്റർ യു വിൽ ബി ഏബിൾ ടു ഫസ്റ്റ് വൺ നെയിം ദ പാർട്സ് ഓഫ് എ ലീഫ്. നമുക്ക് ഒരു ചെടിയുടെ ഇലയുടെ പാർട്ടുകളുടെ പേരെന്തൊക്കെയാണെന്ന് അറിയുവാനായിട്ട് സാധിക്കും. സെക്കൻഡ്, ഡിസ്ക്രൈബ് ഹൗ പ്ലാന്റ്സ് യൂസ് ദെയർ ഫുഡ്. എങ്ങനെയാണ് ചെടികൾ അവരുടെ ഫുഡ് ഉപയോഗിക്കുന്നത് എന്നറിയാൻ കഴിയും. പ്ലാന്റ്സ് അവരുടെ ഫുഡ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയുവാനായിട്ട് കഴിയും. നെക്സ്റ്റ് വൺ, നോ എനർജി ഫ്ലോ ഇൻ ലിവിങ് ഓർഗാനിസം. ജീവജാലങ്ങളിലെ ഊർജപ്രവാഹത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കും. നെക്സ്റ്റ്, ലിസ്റ്റ് ദ ഫങ്ഷൻസ് ഓഫ് ലീവ്സ്. ഒരു പ്ലാന്റ്സിലെ ഇലകളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുവാനായിട്ട് സാധിക്കും. നെയിം സം അൺയൂഷ്വൽ പ്ലാന്റ്സ്. അസാധാരണമായ ചില ചെടികളുടെ പേര് പഠിക്കും. സാധാരണ നമ്മൾ കാണുന്നതല്ലാതെ മറ്റു ചില അസാധാരണമായിട്ട് ഈ ചെടികളിൽ നിന്ന് വ്യത്യസ്തമായുള്ള മറ്റു ചില ചെടികളുണ്ട്. അവയുടെ പേരുകൾ നമുക്കറിയുവാനായിട്ട് സാധിക്കും. ഡിസ്ക്രൈബ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സും ആനിമൽസും തമ്മിൽ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഇവരുടെ പരസ്പര ആശ്രയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഡിസ്ക്രൈബ് ഫോട്ടോസിന്തസിസ്. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് എന്താണെന്നും നമുക്കറിയുവാനായിട്ട് സാധിക്കും. യു ഫൈൻഡ് സോ മെനി പ്ലാന്റ്സ് ഇൻ യുവർ സ്കൂൾ ഗാർഡൻ ഓർ ഇൻ എ നിയർ ബൈ ഗാർഡൻ. നമ്മുടെ അടുത്തൊക്കെയുള്ള ഗാർഡനുകളിലോ അല്ലെങ്കിൽ സ്കൂൾ ഗാർഡനിലോ ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെടികളെ കാണുന്നുണ്ട്, അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ? ഇഷ്ടംപോലെ പ്ലാന്റ്സുകൾ കാണുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദീസ് പ്ലാന്റ്സ് ഹാവ് ഗ്രീൻ ലീവ്സ്. അതിൽ ഏറ്റവും എല്ലാ ചെടികളിലും കൂടുതൽ ചെടികളിലും കാണുന്ന എന്ത് കളറിലുള്ള ഇലകളാണ്? ഗ്രീൻ ലീവ്സ് ആണ്. പച്ച കളറിലുള്ള ഇലകളാണ് കൂടുതൽ പ്ലാന്റ്സിലും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയല്ലേ കാണുന്നത്? വൈ ഈസ് എ ലീഫ് ഗ്രീൻ ഇൻ കളർ? ഈ ലീഫിന് എന്താണ് ഈ ഗ്രീൻ കളർ വന്നിരിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ലീഫിന് ഗ്രീൻ കളർ വന്നിരിക്കുന്നതെന്ന്? വൈ ഈസ് എ ലീഫ് ഗ്രീൻ ഇൻ കളർ? A leaf looks green due to the presence of a green pigment called chlorophyll. ഈ ചെടികളുടെ ഇലയ്ക്ക് ഈ പച്ചനിറം കൊടുത്തിരിക്കുന്ന ഒരു വർണ്ണവസ്തു ഉണ്ട്, ഒരു ഗ്രീൻ പിഗ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ക്ലോറോഫിൽ. എ ലീഫ് ലുക്സ് ഗ്രീൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ ഗ്രീൻ പിഗ്മെൻറ്റ് കോൾഡ് ക്ലോറോഫിൽ. ചെടികളെ പച്ച നിറത്തിൽ കാണപ്പെടുന്നത് അതിൽ ഒരു ഗ്രീൻ പിഗ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ പേരാണ് ക്ലോറോഫിൽ. എ ലീഫ് ലുക്സ് ഗ്രീൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ ഗ്രീൻ പിഗ്മെൻറ്റ് കോൾഡ് ക്ലോറോഫിൽ. വി നോ ദാറ്റ് പ്ലാന്റ്സ് ആർ ഓൾസോ ലിവിങ് തിങ്സ്. നമുക്കറിയാം പ്ലാന്റ്സും ലിവിങ് തിങ്സ് തന്നെയാണ്. നമ്മളെപ്പോലെ തന്നെ ജീവനുള്ള വസ്തുക്കളാണ് പ്ലാന്റ്സും. അവയ്ക്ക് നമ്മളെപ്പോലെ സംസാരിക്കുവാനോ അതുപോലെ തന്നെ നടക്കുവാനോ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവ വളരുന്നുണ്ട്, അതുപോലെ പുഷ്പിക്കുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്. അവയ്ക്ക് വളരണമെങ്കിൽ ഭക്ഷണം വേണം, ബ്രീത്ത് ചെയ്യും, ശ്വാസോച്ഛ്വാസം ചെയ്യും. ഇതെല്ലാം സസ്യങ്ങളിലും നടക്കുന്നു. അപ്പോൾ സസ്യങ്ങളും ലിവിങ് തിങ്സ് ആണെന്ന് നമുക്കറിയാം. ദേ മേക്ക് ദെയർ ഓൺ ഫുഡ് അൺലൈക്ക് അസ്. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി ചെടികൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നു. അവരുടെ ആഹാരം അവർ തനിയെയാണ് ഉണ്ടാക്കുന്നത്. ദ ഗ്രീൻ ലീവ്സ് മേക്ക് ഫുഡ് ഫോർ ദ പ്ലാന്റ്സ്. ചെടികളിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആരാണ്? ഗ്രീൻ ലീവ്സ് ആണ്. അവർ ചെടികൾക്ക് മുഴുവനായിട്ടുമുള്ള ഫുഡ് ഗ്രീൻ ലീവ്സ് ഉണ്ടാക്കുന്നു. ലെറ്റ് us ഫസ്റ്റ് ലേൺ അബൌട്ട് പാർട്സ് ഓഫ് എ ലീഫ്. നമുക്ക് ആദ്യമായിട്ട് ഒരു ലീഫിൻ്റെ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. പാർട്സ് ഓഫ് എ ലീഫ്. The different parts of a leaf are stalk, leaf blades, main vein and side veins. ഒരു ഇലയ്ക്ക് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണുള്ളത്, 4 പാർട്ടാണുള്ളത്. ഒന്നാമത്തെ സ്റ്റോക്ക്, STALK സ്റ്റോക്ക് അല്ലെങ്കിൽ പെറ്റിയോൾ. സെക്കൻഡ് വൺ ലീഫ് ബ്ലേഡ്സ് ഓർ ലാമിന. തേർഡ് വൺ മെയിൻ വെയിൻ ഓർ മിഡ് റിബ്. ഫോർത്ത് വൺ സൈഡ് വെയിൻസ്.
ഇനി ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റോക്ക്. ലീഫ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റെം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റോക്ക് ഓർ പെറ്റിയോൾ. ഒരു ലീഫിനെ പ്ലാന്റുമായിട്ട് പ്ലാന്റിൻ്റെ സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പാർട്ടിനെയാണ് സ്റ്റോക്ക് ഓർ പെറ്റിയോൾ എന്ന് പറയുന്നത്. നമ്മൾ ഇലകളുടെയൊക്കെ തണ്ട് പറയില്ലേ, ആ തണ്ടിനെയാണ്, ഇലകളുടെ തണ്ടിനെയാണ് സ്റ്റോക്ക് ഓർ പെറ്റിയോൾ എന്ന് പറയുന്നത്. അത് ഇലകളും ചെടിയുടെ തണ്ടുമായിട്ട്, ചെടിയുടെ സ്റ്റെമ്മുമായിട്ട് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ തണ്ടാണ്. അതിൻ്റെ പേരാണ് സ്റ്റോക്ക് ഓർ പെറ്റിയോൾ. സെക്കൻഡ് വൺ, ലീഫ് ബ്ലേഡ്. The flattened part of a leaf is called leaf blade or lamina. It helps a leaf to trap sunlight. ലീഫ് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഇലകളുടെ സൈഡ് വശം, അരിക്, ആ ബ്ലേഡ് പോലെ ഇരിക്കുന്ന ആ സൈഡ് വശമാണ് ലീഫ് ബ്ലേഡ്. അതിനെ ലാമിന എന്നും അറിയപ്പെടുന്നു. The flattened part of a leaf is called leaf blade or lamina. It helps a leaf to trap sunlight. വേഗം തന്നെ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി, പിടിച്ചെടുക്കാൻ വേണ്ടി ഈ ലീഫ് ബ്ലേഡിന് സാധിക്കുന്നു. ഈ ലീഫ് ബ്ലേഡ് അങ്ങനെ സൺലൈറ്റിനെ വേഗം തന്നെ ട്രാപ്പ് ചെയ്ത് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, മെയിൻ വെയിൻ. മെയിൻ വെയിൻ ഓർ മിഡ് റിബ് റൺസ് ത്രൂ ദ മിഡിൽ ഓഫ് എ ലീഫ്. ഒരു ഇലയുടെ മിഡിലിൽ കൂടി പോകുന്ന വെയിൻ, ഞരമ്പ് പോലെ ചെറിയ നീണ്ടു പോകുന്ന അതിനെയാണ് മെയിൻ വെയിൻ ഓർ മിഡ് റിബ് എന്ന് പറയുന്നത്. മിഡിലിൽ കൂടി പോകുന്ന മിഡ് റിബ് അല്ലെങ്കിൽ മെയിൻ വെയിൻ എന്ന് പറയുന്നു. ഇലയുടെ നടുക്കൂടെ പോകുന്ന ആ ഞരമ്പിനെയാണ് മെയിൻ വെയിൻ എന്ന് പറയുന്നത്. മെയിൻ വെയിൻ ഓർ മിഡ് റിബ് റൺസ് ത്രൂ ദ മിഡിൽ ഓഫ് എ ലീഫ്. ഒരു ലീഫിൻ്റെ നടുക്കൂടെ പോകുന്നതാണ് മെയിൻ വെയിൻ ഓർ മിഡ് റിബ്. നെക്സ്റ്റ് വൺ, സൈഡ് വെയിൻ. എ നമ്പർ ഓഫ് സൈഡ് വെയിൻസ് അറൈസ് ഫ്രം ദ മെയിൻ വെയിൻ. ഒരു മെയിൻ വെയിനിൽ നിന്ന് ധാരാളം സൈഡ് വെയിനുകൾ പോകുന്നു. ദീസ് വെയിൻസ് ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ട് വാട്ടർ, മിനറൽസ് ആൻഡ് പ്രിപ്പയർഡ് ഫുഡ് ടു ആൻഡ് ഫ്രം ദ ലീഫ്. ഈ സൈഡ് വെയിൻസ് എങ്ങനെയാണ് സഹായിക്കുന്നത്? അത് വാട്ടറിനെയും മിനറൽസിൻ്റെയും അതുപോലെ തന്നെ ഇലയിൽ പ്രിപ്പയർ ചെയ്ത ഫുഡിനെയും ലീഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സൈഡ് വെയിൻ ലീഫിനെ സഹായിക്കുന്നു. അപ്പം ഒരു ലീഫിന് മെയിനായിട്ട് 4 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, സ്റ്റോക്ക് ഓർ പെറ്റിയോൾ, അതാണ് നമ്മൾ ഇലയുടെ തണ്ടെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലീഫ് ബ്ലേഡ്, അത് ഇലയുടെ അഗ്രഭാഗങ്ങളെയാണ് ലീഫ് ബ്ലേഡ് എന്ന് പറയുന്നത്. അതിന് ലാമിന എന്ന് മറ്റൊരു പേരും കൂടിയുണ്ട്. ഇറ്റ് ഹെൽപ്സ് എ ലീഫ് ടു ട്രാപ്പ് സൺലൈറ്റ്. സൺലൈറ്റിനെ വേഗം പിടിച്ചെടുക്കാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കുന്നു. നെക്സ്റ്റ് തേർഡ് വൺ, മെയിൻ വെയിൻ ഓർ മിഡ് റിബ്. ഒരു ലീഫിൻ്റെ മിഡിലിൽ കൂടി പോകുന്ന ആ വെയിനെയാണ് മെയിൻ വെയിൻ ഓർ മിഡ് റിബ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, സൈഡ് വെയിൻ. സൈഡ് വെയിൻ മെയിൻ വെയിനുമായിട്ട് കണക്ട് ചെയ്ത് ധാരാളം സൈഡ് വെയിൻസ് ഇലയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നു. ഇത് ആ ഇലയിലെ വാട്ടറിനെയും മിനറൽസിനെയും ഫുഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അങ്ങനെ ഒരു ലീഫിന് 4 പാർട്സ് ആണുള്ളത്. നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ക്ലോറോഫിൽ എന്താണെന്ന് പഠിച്ചു. ഒരു ഇലയ്ക്ക് പച്ച നിറം കൊടുക്കുന്ന, ഗ്രീൻ കളർ കൊടുക്കുന്ന ആ പിഗ്മെൻറ്റിനെയാണ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. എ ലീഫ് ലുക്സ് ഗ്രീൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ ഗ്രീൻ പിഗ്മെൻറ്റ് കോൾഡ് ക്ലോറോഫിൽ. നമ്മൾ അടുത്ത് പഠിച്ചത് ലീഫിൻ്റെ പാർട്സ് ആണ്. 4 പാർട്സ് പഠിച്ചു. ഫസ്റ്റ്, സ്റ്റോക്ക് ഓർ പെറ്റിയോൾ. സെക്കൻഡ്, ലീഫ് ബ്ലേഡ് ഓർ ലാമിന. തേർഡ്, മെയിൻ വെയിൻ ഓർ മിഡ് റിബ്. ഫോർത്ത്, സൈഡ് വെയിൻ. അങ്ങനെ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ലീവ്സ്. ഈ ലീവ്സിൻ്റെ പ്രവർത്തനങ്ങൾ, ഒരു ചെടിയിൽ ലീവ്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ലീവ്സ് മേക്ക് ഫുഡ് ഫോർ ദ പ്ലാന്റ്സ്. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ആരാണ്? ലീവ്സ് ആണ് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. സോ ദേ ആർ കോൾഡ് കിച്ചൺ ഓർ ഫുഡ് ഫാക്ടറീസ് ഓഫ് എ പ്ലാന്റ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചണിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലീവ്സ് ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് ലീവ്സിനെ കിച്ചൺ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ലീഫിൽ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിനെ ഫുഡ് ഫാക്ടറി എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിൻ്റെ കിച്ചൺ എന്നോ ഫുഡ് ഫാക്ടറി എന്നോ അറിയപ്പെടുന്നത് അതിൻ്റെ ലീവ്സിനെയാണ്. ലീവ്സ് പ്ലാന്റ്സിനെ ഏത് രീതിയിലാണ് സഹായിക്കുന്നത്? പ്ലാന്റ്സിന് ആവശ്യമായ ഫുഡ് ലീവ്സ് ഉണ്ടാക്കുന്നു. ലീവ്സ് മേക്ക് ഫുഡ് ഫോർ ദ പ്ലാന്റ്സ്. സോ ദേ ആർ കോൾഡ്
kitchen or food factories of a plant. Next one, leaves help plants breathe through stomata. പ്ലാന്റ്സിലുള്ള സ്റ്റൊമാറ്റ വഴി ലീവ്സ് ശ്വാസോച്ഛ്വാസം ബ്രീത്ത് ചെയ്ത വഴിയായിട്ട് പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ലീവ്സ് സഹായിക്കുന്നു. ലീവ്സ് ഹെൽപ്പ് പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ സ്റ്റൊമാറ്റ വഴി പ്ലാന്റ്സിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ലീവ്സ് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, ലീവ്സ് ഗീവ്സ് ഷേപ്പ് ആൻഡ് കളർ ടു ദ പ്ലാന്റിന് ഒരു ഷേപ്പും കളറും ഒക്കെ കൊടുക്കുന്നത് ലീവ്സാണ്. അങ്ങനെ പ്രധാനമായിട്ടും 3 ഫങ്ഷനാണ് ലീവ്സിനുള്ളത്. ഫസ്റ്റ് വൺ, ലീവ്സ് മേക്ക് ഫുഡ് ഫോർ ദ പ്ലാന്റ്സിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ലീവ്സിനെ കിച്ചൺ എന്നോ അല്ലെങ്കിൽ ഫുഡ് ഫാക്ടറീസ് ഓഫ് എ പ്ലാന്റ് എന്നോ പറയുന്നു. നെക്സ്റ്റ്, ലീവ്സ് ഹെൽപ്പ് പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ സ്റ്റൊമാറ്റ വഴി പ്ലാന്റ്സിന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ലീവ്സ് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, ലീവ്സ് ഗീവ്സ് ഷേപ്പ് ആൻഡ് കളർ ടു ദ പ്ലാന്റിനൊരു ഷേപ്പും കളറും ലീവ്സ് നൽകുന്നു. നമുക്ക് സ്റ്റൊമാറ്റ എന്താണെന്ന് അറിയാം. വാട്ട് ഈസ് സ്റ്റൊമാറ്റ? The lower layer of a leaf has many tiny pores. These tiny pores are called stomata, singular stoma. ഒരു ഇലയുടെ അടിയിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. The lower layer of a leaf has many tiny pores. ധാരാളം ചെറു സുഷിരങ്ങൾ ലീഫിൻ്റെ ലോവർ ലെയറിൽ ഉണ്ട്. These tiny pores are called ഫങ്ഷൻസ് ഓഫ് ലീവ്സ് ഹെൽപ്പ് പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ സ്റ്റൊമാറ്റ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റൊമാറ്റ എന്താണെന്ന് അറിയണ്ടേ. വാട്ട് ഈസ് സ്റ്റൊമാറ്റ? ദ ലോവർ ലെയർ ഓഫ് എ ലീഫ് ഹാസ് മെനി ടൈനി പോർസ്. ദീസ് ടൈനി പോർസ് ആർ കോൾഡ് സ്റ്റൊമാറ്റ, സിംഗുലർ സ്റ്റോമ. ദ ലോവർ ലെയർ ഓഫ് എ ലീഫ് ഹാസ് മെനി ടൈനി പോർസ്. ഒരു ലീഫിൻ്റെ ലോവർ ലെയറിൽ ധാരാളം ചെറിയ സുഷിരങ്ങളുണ്ട്. ദീസ് ടൈനി പോർസ് ആർ കോൾഡ് സ്റ്റൊമാറ്റ. ഈ ചെറിയ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സിംഗുലർ സ്റ്റോമ, ഒരു സുഷിരത്തിനെയാണെങ്കിൽ സ്റ്റോമ എന്ന് പറയുന്നു. മുഴുവൻ സുഷിരങ്ങളെയും ചേർത്ത് ഒന്നിച്ച് സ്റ്റൊമാറ്റ എന്ന് പറയുന്നു. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലോവർ ലെയർ ഓഫ് എ ലീഫ് ഹാസ് മെനി ടൈനി പോർസ്. ദീസ് ടൈനി പോർസ് ആർ കോൾഡ് സ്റ്റൊമാറ്റ. A leaf takes in carbon dioxide and gives out oxygen and excess water vapor through stomata. ഈ സ്റ്റൊമാറ്റ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഒരു ലീഫ് കാർബൺ ഡയോക്സൈഡിനെ ബ്രീത്ത് ഇൻ ചെയ്യുകയും ഓക്സിജനെ ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നത് സ്റ്റൊമാറ്റ വഴിയാണ്. കാർബൺ ഡയോക്സൈഡിനെ ലീഫ് ഉള്ളിലേക്ക് എടുക്കുകയും അതുപോലെ തന്നെ ഓക്സിജനെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നത് സ്റ്റൊമാറ്റ വഴിയാണ്. സാധാരണ മനുഷ്യർക്കാണെങ്കിൽ ഓക്സിജനെ ബ്രീത്ത് ഇൻ ചെയ്യുകയും കാർബൺ ഡയോക്സൈഡിനെ ബ്രീത്ത് ഔട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ലീഫ് കാർബൺ ഡയോക്സൈഡിനെ ബ്രീത്ത് ഇൻ ചെയ്യുകയും ഓക്സിജനെ ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ രാത്രി സമയങ്ങളിൽ ലീഫ് മനുഷ്യരെ പോലെ തന്നെ ഓക്സിജനെ ശ്വസിക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. പക്ഷേ പകൽ സമയങ്ങളിൽ ലീഫ് കാർബൺ ഡയോക്സൈഡിനെ ഉള്ളിലേക്ക് എടുക്കുകയും ഓക്സിജനെ പുറത്തേക്ക് കളയുകയുമാണ് ചെയ്യുന്നത്. അതിന് ഒരു ലീഫിനെ സഹായിക്കുന്നത് സ്റ്റൊമാറ്റയാണ്. സ്റ്റൊമാറ്റ വഴിയാണ് ബ്രീത്ത് ചെയ്യുന്നത്. രണ്ടാമത് സ്റ്റൊമാറ്റ വഴി ചെയ്യുന്നത് എക്സസ് വാട്ടർ വേപ്പറിനെ പുറത്തേക്ക് കളയുന്നു. അധികമുള്ള ജലത്തിനെ സ്റ്റൊമാറ്റ വഴിയാണ് പുറത്തേക്ക് കളയുന്നത്. പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ജലത്തിനെ ഉപയോഗിച്ചതിന് ശേഷം ഇലകളിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിന് ജലമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മിച്ചമുള്ള ജലത്തിനെ സ്റ്റൊമാറ്റ വഴി പുറത്തേക്ക് കളയുന്നു. നമ്മൾ മഴയില്ലാത്ത സമയത്തൊക്കെ രാവിലെ ഇലകളിൽ നോക്കുവാണെങ്കിൽ ചെറിയ ജലത്തുള്ളികൾ കാണാനായിട്ട് വെള്ളത്തുള്ളികൾ കാണാനായിട്ട് സാധിക്കും. ഇത് അധികമുള്ള ജലത്തിനെ സസ്യങ്ങൾ പുറത്തേക്ക് സ്റ്റൊമാറ്റ വഴി കളയുന്നതാണ്. അപ്പോൾ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ദ ലോവർ ലെയർ ഓഫ് എ ലീഫ് ഹാസ് മെനി ടൈനി പോർസ്. ദീസ് ടൈനി പോർസ് ആർ കോൾഡ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയുടെ പ്രവർത്തനങ്ങൾ: എ ലീഫ് ടേക്സ് ഇൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഗീവ്സ് ഔട്ട് ഓക്സിജൻ ആൻഡ് എക്സസ് വാട്ടർ വേപ്പർ ത്രൂ സ്റ്റൊമാറ്റ. കാർബൺ ഡയോക്സൈഡിനെ ഉള്ളിലേക്ക് എടുക്കുവാനും അതുപോലെ തന്നെ ഓക്സിജനെ പുറത്തേക്ക് കളയാനും ലീഫിനെ സഹായിക്കുന്നത് സ്റ്റൊമാറ്റയാണ്. അതുപോലെ എക്സസ് വാട്ടർ വേപ്പറിനെ പുറത്തേക്ക് കളയുന്നതും സ്റ്റൊമാറ്റ വഴിയാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ക്ലോറോഫിൽ എന്താണെന്ന് പഠിച്ചു. എന്താണ് ക്ലോറോഫിൽ? ഇലകൾക്ക് പച്ചനിറം കൊടുക്കുന്ന ഗ്രീൻ പിഗ്മെൻറ്റിനെയാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പഠിച്ചത് പാർട്സ് ഓഫ് എ ലീഫ്.
ലീഫിന് പ്രധാനമായിട്ടും 4 പാർട്സാണുള്ളത്. ഫസ്റ്റ് സ്റ്റോക്ക് ഓർ പെറ്റിയോൾ, സെക്കൻഡ് ലീഫ് ബ്ലേഡ് ഓർ ലാമിന, തേർഡ് മെയിൻ വെയിൻ ഓർ മിഡ്രിഫ്, ഫോർത്ത് സൈഡ് വെയിൻ. അടുത്ത് നമ്മൾ പഠിച്ചത് ഫങ്ഷൻസ് ഓഫ് ലീവ്സ്. ഫങ്ഷൻസ് പ്രധാനമായിട്ടും 3 ഫങ്ഷൻസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് വൺ, ലീവ്സ് മേക്ക് ഫുഡ് ഫോർ ദ പ്ലാന്റ്സ്. ലീവ്സ് പ്ലാന്റ്സിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിന് വേറൊരു പേര് പറയും, കിച്ചൺ എന്നോ അല്ലെങ്കിൽ ഫുഡ് ഫാക്ടറീസ് എന്നോ പറയുന്നു. സെക്കൻഡ് ഫങ്ഷൻ, ലീവ്സ് ഹെൽപ്പ് പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ സ്റ്റൊമാറ്റ. തേർഡ്, ലീവ്സ് ഗീവ് ഷേപ്പ് ആൻഡ് കളർ ടു ദ പ്ലാന്റ്സ്. പിന്നെ നമ്മൾ സ്റ്റൊമാറ്റ എന്താണെന്ന് പഠിച്ചു. ദ ലോവർ ലെയർ ഓഫ് എ ലീവ് ഹാസ് മെനി ടൈനി പോർസ്. ദീസ് ടൈനി പോർസ് ആർ കോൾഡ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്താണ് ചെയ്യുന്നത്? എ ലീഫ് ടേക്സ് ഇൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഗീവ്സ് ഔട്ട് ഓക്സിജൻ ആൻഡ് എക്സസ് വാട്ടർ വേപ്പർ ത്രൂ സ്റ്റൊമാറ്റ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.